കോൺഗ്രസ് നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. മാത്യു കുഴൽനാടന് 7 ലക്ഷം രൂപ കൈമാറി എന്നുള്ളതാണ്. നേരത്തെ തന്നെ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ വന്നിരുന്നു. മൂവാറ്റുപുഴയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ മാത്യു കുഴൽനാടൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെ അടക്കം വിശ്വസിച്ചുകൊണ്ടാണ് പണം നൽകിയതെന്ന് മൂവാറ്റുപുഴയിൽ പണത്തട്ടിപ്പിന് ഇരയായ ആൾക്കാർ വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിനും അതുപോലെ ഡീൻ കുര്യാക്കോസിനും പണം നൽകിയെന്നുള്ള വെളിപ്പെടുത്തലും അനന്തു കൃഷ്ണൻ നൽകിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടിലേക്കാണ് അവർക്ക് 2 പേർക്കും പണം നൽകിയത് എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ മാത്യു കുഴൽനാടൻ എന്തിനാണ് പണം നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വെളിപ്പെടുത്തലില്ല. അവിടെ മൂവാറ്റുപുഴയിൽ ഈ പരിപാടി നടക്കുമ്പോൾ, അനന്തു കൃഷ്ണൻ്റെ സൊസൈറ്റിയുടെ പരിപാടി നടക്കുമ്പോൾ മാത്യു കുഴൽനാടൻ അവിടെ പങ്കെടുത്തിരുന്നു എന്നുള്ളത് അവിടെ തട്ടിപ്പിന് ഇരയായ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പിന്തുണ കോൺഗ്രസ് നേതാക്കൾ ഈ അനന്തു കൃഷ്ണന് നൽകിയിരുന്നു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ഈ തട്ടിപ്പ് നടത്താൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വളരെ കൃത്യമായ ഒരു പ്ലാനിങ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്നു. വലിയ തലച്ചോറുകൾ ഇതിനു വേണ്ടി പ്രവർത്തിയെടുത്തിട്ടുണ്ട്. വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാലി ചേരുന്നു. സാലി, മാത്യു കുഴൽനാടൻ അവിടെ ഈ അനന്തു കൃഷ്ണൻ്റെ പരിപാടി നടക്കുമ്പോൾ, സൊസൈറ്റിയുടെ പരിപാടി നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. ആ മാത്യു കുഴൽനാടന് 7 ലക്ഷം രൂപ നൽകിയെന്നിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനന്തു കൃഷ്ണൻ. എങ്ങനെയാണ് മാത്യു കുഴൽനാടൻ ഈ തട്ടിപ്പുകാർക്ക് പിന്തുണ നൽകിയത്? സാലി, ഷമി, അതായത് ഈ മാത്യു കുഴൽനാടൻ ഇയാളുടെ പല പരിപാടികളിലും ഈ സ്കൂട്ടർ വിതരണം, അപേക്ഷ സ്വീകരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു, ഭാഗഭാക്കായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ പണം നഷ്ടപ്പെട്ട ചില വീട്ടമ്മമാർ നമുക്കടക്കം നൽകിയ പ്രതികരണങ്ങളിൽ മാത്യു കുഴൽനാടൻ്റെ അടക്കം MLA-യുടെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു ഈ ചടങ്ങുകളിൽ, അതുകൊണ്ടുകൂടിയാണ് തങ്ങൾ പണം നൽകിയത് എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ മറ്റ് പലയിടങ്ങളിലും നടന്നതുപോലെ ജനപ്രതിനിധികൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുക സ്വാഭാവികമാണ്. അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ മാത്യു കുഴൽനാടനെ ആ ഘട്ടത്തിൽ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ ഈ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന നിലയിലേക്ക് അന്ന് നമ്മളോ മാധ്യമങ്ങളോ ചൂണ്ടിക്കാണിച്ചതുമില്ല. അത് സാധാരണ പണം നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ പ്രതികരണം, വിശദീകരണം എന്ന് മാത്രമേ നമ്മളതിനെ കണ്ടുള്ളൂ. കാരണം MLA ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു, അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ വിശ്വസിച്ച് പണം നൽകിയത് എന്നാണ് വീട്ടമ്മ നൽകിയ ബൈറ്റിൽ, മൊഴിയിൽ നമുക്ക് നൽകിയ പ്രതികരണത്തിലുള്ളത്. പക്ഷേ ഇന്നലെ പോലീസിന് അനന്തകൃഷ്ണൻ നൽകിയ മൊഴിയിൽ, ഇന്നലെ അയാളെ വിശദമായി ചോദ്യം ചെയ്തു, തെളിവെടുപ്പ് നടത്തി, നമുക്കറിയാം. ആ ഇന്നലെ നൽകിയ മൊഴിയിലാണ് ഈ മാത്യു കുഴൽനാടൻ്റെ പേര് സുപ്രധാനമായി കടന്നു വരുന്നത്. അതായത് 7.5 ലക്ഷം രൂപ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാം എന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ വേണ്ട, ലിക്വിഡ് ക്യാഷായിട്ട് പണമായിട്ട് നൽകിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പണമായിട്ട് മാത്യു കുഴൽനാടന് കൈമാറി എന്നാണ് ഇയാളുടെ ഈ പ്രതിയുടെ മൊഴിയിലുള്ളത്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ്. അതിനൊരു കാരണം, മാത്യു കുഴൽനാടൻ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം അയാളെ ഈ സ്കാമിൻ്റെ ഒരു ഭാഗമാക്കി, അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമാക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലം അയാൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ മൊഴിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിനർത്ഥം ഈ തട്ടിപ്പിൻ്റെ പ്രധാന കേന്ദ്ര ബിന്ദുക്കളിൽ ഒരാളായി മാത്യു കുഴൽനാടൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും ആദ്യം ഈ തട്ടിപ്പ് പുറത്തു വന്നതും തട്ടിപ്പിന് പ്രാരംഭ നടപടികൾ കുറിച്ചതും എല്ലാം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ നിന്നൊരു പരാതി, ഒരു പേര് വയ്ക്കാത്ത ഒരു പരാതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നത്. ആ പരാതിയിന്മേലാണ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യം ആളുകൾ പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം പോലീസ് പണം നഷ്ടപ്പെട്ട ആളുകളുടെ